കുറച്ചാൾ മിസ്സിംഗ് ആണ്. ടോട്ടൽ 16 ആളുണ്ടോ മറ്റോന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള മിസ്സിംഗ് ആണ്, നോക്കണം കൃത്യമായിട്ട് എവിടേക്കാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. അതാണ് ഇപ്പോഴത്തെ സ്കൂളിൽ നിന്ന് വിവരം. അതന്നെ 16 ആള് പിന്നെ പോയിട്ടുണ്ടെന്നാണ്. ഇപ്പൊ 13 ആൾക്കാരാണ് നമുക്ക് പിന്നെ ബോഡി കിട്ടിയിട്ടുള്ളത്. മറ്റേ 4 ആൾക്കാരെ പിന്നെ രോഗികളായിട്ട് അല്ല ആക്സിഡന്റ് ആയിട്ട് വല്ലാതെ പിന്നെ അസുഖങ്ങളുണ്ട്, വളരെ സീരിയസ്ലി ഇല്ലാണ് അവരൊക്കെ. കോയമ്പത്തൂരിലേക്ക് മാറ്റാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാ. 4 പേര് മോശമായിട്ടുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് പൊള്ളാച്ചിയിൽ നിന്ന് പിന്നെ നമ്മുടെ കോയമ്പത്തൂരിലേക്ക് മാറ്റിയിട്ടുള്ളത്. 9 പിന്നെ ബോഡി അവിടെ ഇപ്പം ഉള്ളത്. അവിടെ KMCCയിലെ പ്രവർത്തകർ വളരെ സജീവമായിട്ടുണ്ട്. ഇവിടെ കോയമ്പത്തൂരും പിന്നെ KMCCയിലെ പ്രവർത്തകരുണ്ട്. അവരൊക്കെ കൂടി അവിടുത്തെ കാര്യങ്ങൾ ഇപ്പം മാനേജ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരെ അയച്ചു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ട്. പല ആൾക്കാരും PTA പിന്നെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇവിടുന്ന് പോയിട്ടുണ്ട്. ഈ പരിക്കേറ്റവരും മരിച്ചവരുമായിട്ട് 13 പേരുടെ കണക്കാണുള്ളത്. ഇപ്പൊ ആസിറ്റീസ് മിസ്സിംഗ് ആണ്. അതിപ്പോ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെയുള്ള പിന്നെ ഇതിൽ നമുക്ക് കിട്ടുന്നില്ല. ആ സ്ഥലങ്ങളിൽ അല്ല, അതിപ്പോ പോലീസിന്റെ അടുത്തിന്റെ ഇവിടെ എന്ന് പറഞ്ഞു പോയ ആൾക്കാരില് മരിച്ച ആൾക്കാരുടെ പേരും നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. 16 പേര് പോയി കൺഫേം ആണ്. ഇപ്പൊ ആസിറ്റീസ് 16 പേര് പോയിട്ടുള്ളതാണ് നമ്മളെ പിന്നെ വിവരം. അല്ല, നമ്മളിപ്പം പിന്നെ ഇവിടെയുള്ള ആൾക്കാരോട് ബന്ധപ്പെട്ടിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മുടെ KMCCയുടെ പ്രവർത്തകരുണ്ടല്ലോ, പിന്നെ പൊള്ളാച്ചിയൊക്കെ ഉള്ള. ഒറ്റ മിനിറ്റ്, ഞാനൊന്ന് അവിടെ നിന്നുള്ളൊരു വിവരമാണിത്. മുസ്തഫ, നീ പൊള്ളാച്ചി എത്തിയോ? ഹോസ്പിറ്റലുണ്ട്. അല്ല, അവിടുന്ന് ഇപ്പം കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ കുറച്ച് ആൾക്കാരെ. ഹലോ, 4 പേരിന് കൊണ്ടുപോയിട്ടുണ്ടെന്ന് മുസ്തഫ പറയുന്നത്. ഞാൻ അവിടെ പോലീസിനോട് സംസാരിക്കേ. 3 പേരാ? സീരിയസാ? പെൺകുട്ടിയാ? ചെറിയ കുട്ടിയാ? 20 വയസ്സാ? ശരി, അവിടെ എന്താ വേണ്ട വിചാരിച്ചാൽ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കട്ടോ. KMCCക്കാരൊക്കെ ഉണ്ടല്ലോ അവിടെ അല്ലേ? ഓക്കെ, DMK ഒക്കെ ഉണ്ട്. ഓക്കെ, ഫൈൻ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടോ. ശരി, ഓക്കെ. അതന്നെയാണ് ഇപ്പോഴത്തെ വിവരം. അതാണ്, ഒരു കുട്ടി ഇപ്പോൾ അവിടെ പിന്നെ ഒരു പെൺകുട്ടി അവിടെ ഹോസ്പിറ്റലുണ്ട്. പിന്നെ അത്ര സീരിയസ് അല്ല പൊള്ളാച്ചിയിൽ. മറ്റേ 3 പേരാണ് പിന്നെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയി. കുട്ടിയുടെ പേര്? അത് ഒരു പെൺകുട്ടി 16 വയസ്സാണ്. പേരൊന്നും ഇപ്പം അങ്ങനെ ഒന്നും കിട്ടാനില്ലല്ലോ. ഇവിടെയുള്ള ആൾക്കാർ PTA ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ? അതുണ്ടാവും. ഇപ്പൊ രാത്രിയൊക്കെയാണ് അതിന്റെ അവസ്ഥ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. സ്വാഭാവികമായിട്ട് അവിടെയുള്ള DMKയുടെ പ്രവർത്തകരും KMCCക്കാരും ഒക്കെ അവിടെ വളരെ സജീവമായിട്ടുണ്ട്. അവിടെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 16 പേര്. 16 പേര് ഡ്രൈവർ അടക്കമുള്ളത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മളെ ആസിറ്റീസ് നമ്മുടെ വിവരം. ഈ പോയ ഇവിടുന്ന് കിട്ടുന്ന സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിവരം. അത് പോലീസിന്റെ ഇവിടെ ഉണ്ട്, പിന്നെ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇവിടെ പോലീസ് ഉണ്ട്, അവരോടൊന്ന് സംസാരിച്ചാൽ കിട്ടും. നമുക്ക് നോക്കട്ടെ. എവിടെയാണ് പോലീസ് ഉള്ളത്? ഇവിടെ ഉണ്ടോ? എവിടെ ഇതുണ്ടോ? കൊടുക്കാം. ആരൊക്കെ? ഒന്ന് അജിത 54 വയസ്സ്, റംല 52 വയസ്സ്, സൂറ 43, ആശ 41, മജീദ് 43, സാജിദ 45, ഷക്കീല 37, നൌഷാദ് 39, റുക്കിയ. അല്ല, അതന്നെ. അല്ല, മരിച്ചവരെ പേരാണ് പറയുന്നത്. പിന്നെ അല്ല, അതിലിപ്പോ 12 പേരാണ് ഇപ്പൊ ഇതിലുള്ളത്. അവര് പിന്നെ ഡീറ്റെയിൽസ് വന്നതാണെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അവരുടെ ഫോട്ടോഗ്രാഫ്സ്.
പോയ ആളുകളുടെ ലിസ്റ്റാണ്. ലിസ്റ്റ് ഉണ്ടോ അതോ 13 പേരുടെ ലിസ്റ്റ്? അല്ല, ഇപ്പൊ അത് ഫുള്ളായിട്ടുള്ള പക്ഷേ ഏറ്റവും ഗൗരവത്തിലുള്ളൊരു കാര്യം ഇപ്പം പരിക്കേറ്റവർ അതെ, ആ 13 ഇപ്പം കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയുള്ള 13 പേര്. പേര് മാത്രം നമുക്ക് എണ്ണം മാത്രമേ കിട്ടി. പക്ഷെ 16 പേര് പോയിട്ടുണ്ട് കിട്ടിയത് പ്രാദേശികമായി പറയുന്നുണ്ട്. കുളത്തൂര് വേണ്ടി ടീച്ചർ വന്നാ, അതായത് അവിടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അവരെന്നാ അതിൽ 12 പേരുള്ളൂ. അതിൽ 12. 16 പേര് അല്ല, 12 പേര് നിങ്ങൾ പിന്നെ നോക്കും, ബാക്കിയുള്ളവരുണ്ടാവും. മൊത്തം പോയ 16 പോലീസിന്റെ കയ്യിലുണ്ടാവും. ഇല്ലേ, പോലീസിന്റെ ഇവിടെ ശരി, ഒന്ന് നോക്കാം. ഓക്കെ. ശരി, അത് തന്നെയാണ്. ഡ്രൈവർ ഉൾപ്പെടെ, ഈ ടെമ്പോ ട്രാവലറിലെ ഡ്രൈവർ ഉൾപ്പെടെ 16 പേരാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്തിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം. അതിനകത്ത് 3 കുട്ടികളുണ്ട്. 10, 11, 12 വയസ്സായിട്ടുള്ള 3 കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ വിവരങ്ങൾ, ആ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ശക്തമായ പരിശോധന ആ പ്രദേശത്ത് നടത്തുന്നതിനെ കുറിച്ചുള്ള ആലോചനയും ഇപ്പോൾ നടക്കും. അവിടെ KMCC പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മഞ്ഞളാംകുഴി MLA ഇപ്പോൾ എന്തായാലും MLA തന്നെ അതിന് തുടർ നടപടികളിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ച് നിർദ്ദേശവും നൽകുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ശരി, മലപ്പുറത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ